വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാവും ഞങ്ങളെ. 3ാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ ഈ പാർട്ടും കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പോവുകയാണ്. അപ്പം നമ്മളതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടിട്ടുണ്ട്, കയറി കാണണം കേട്ടോ. അപ്പം ഇനി നമ്മൾ എടുക്കാനുള്ളത് മറ്റു ചില രൂപങ്ങൾ എന്ന് തുടങ്ങണം. കാരണം ഇവിടെ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തത് മറ്റു ചില രൂപങ്ങൾ കണ്ടില്ലേ. ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം നോക്കൂ. നിങ്ങളുടെ ടെസ്റ്റ് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ചിത്രം നോക്കൂ നിങ്ങളെ. കണ്ടോ, ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം നോക്കാൻ. ഇത് ഈർക്കിൽ വെച്ചാണ്. നോക്കിക്കേ, 2 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4, 2, 2, 3 ഇങ്ങനെ കൊടുത്തിരിക്കുക ഈർക്കിൽ ഉപയോഗിച്ച്. ഈ രൂപം ഉണ്ടാക്കാൻ എത്ര നീളത്തിലുള്ള ഈർക്കിൽ വേണം? എല്ലാറ്റിനെയും നീളം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് എത്ര ഈർക്കിൽ വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എടുക്കും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടാൽ മതി. എന്താ കുഞ്ഞുങ്ങളെ, ഈ പടത്തിൻ്റെ ഏത് പടത്തിൻ്റെയും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളെല്ലാം കൂടി അങ്ങ് കൂട്ടി എഴുതിയാൽ മതി. ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളെല്ലാം കൂടി അങ്ങ് കൂട്ടി എഴുതുന്നതിനെയാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ. ഇതൊരു എല്ല് ഷേപ്പിലാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കി ഇവിടെ എത്ര സൈഡുണ്ട് നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ അല്ലേ. 5 അധികം ഇവിടെ നോക്കിക്കേ, 5, 4, പിന്നെ 2, പിന്നെയും 2, 3 അല്ലേ. 2, 3 പിന്നെ ഒരു 2 അല്ലേ. ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 5, 4, 2, 2, 3, 2 ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. സംശയമില്ലല്ലോ. ഇനി ഇതെല്ലാം കൂടി കൂട്ടി വെച്ചാൽ എന്താ, ഇതിൻ്റെ പെരിമീറ്റർ കിട്ടും അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടും. എത്ര നിങ്ങൾ? 5ഉം 4, 9, 9ഉം 2ഉം 11, 11ഉം 2ഉം 13, 13ഉം 3ഉം 16, 16ഉം 2ഉം 18 ഇവിടുത്തെ കിട്ടുന്നത് കേട്ടോ. ഇവിടെ 18 തന്നെയല്ലേ. നോക്കിക്കേ, എത്ര വശങ്ങളുണ്ടോ അത്രയും വശങ്ങളെല്ലാം കൂടി കൂട്ടി എഴുതുന്നതിനെയാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഈർക്കിൽ എത്ര ഈർക്കിൽ? 5, 4, 2, 2, 3, 2 ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം ടെസ്റ്റിൽ ഓൾറെഡി നമുക്ക് സെൻറ്റിമീറ്റർ എല്ലാം തന്നിട്ടുണ്ട്. അത് കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി നോക്കൂ നിങ്ങളെ. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി ഇല്ലാണല്ലോ. അതായത് ആകെ 18 അല്ലേ. 18 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈർക്കിൽ മുറിച്ചിട്ട് എന്ത് ചെയ്തു? ഈ നീളങ്ങളുള്ള 6 കഷ്ണങ്ങളായി മുറിച്ചാൽ മതി. ഇതിനെ മറ്റൊരു രീതിയിലും നമുക്ക് രൂപമുണ്ടാകും. ഇനി ഈ 18 എണ്ണം ഉണ്ടായിരുന്നല്ലേ, അത് വെച്ച് നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. നോക്കിക്കേ, ഏതാണ്ട് മറ്റൊരു രീതിയിലും ഈ രൂപം ഉണ്ടാക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചതുരം ഉണ്ടാക്കുക. എന്താ നിങ്ങളെ ഇങ്ങനെ നോക്കിക്കേ, ഇത് എന്താ 5 സെൻറ്റിമീറ്റർ കണ്ടോ. 5, 4 ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 4. ഇതെന്താണ്? ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ചതുരം ആണല്ലോ. ചതുരം എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4. അതുകൊണ്ട് നമുക്ക് അതിനൊരു ചതുരമായിട്ട് പറയാം അല്ലേ. ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിള്. എന്താ നിങ്ങളെ, റെക്റ്റാങ്കിളാണ്. മുകൾ വശത്തിലും വലതുവശത്തിലും ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ നീളങ്ങൾ അടയാളപ്പെടുത്തി ഓടിച്ചു മാറ്റുക. എന്ന് വെച്ചാൽ ഈർക്കിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളായത്. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 4. ഇതിനെ ഇത്രയും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര വരും? 5ഉം 5ഉം 10, 14, 18. ഇതിൻ്റെ എന്ത് കിട്ടും? 18 സെൻറ്റിമീറ്റർ അതിൻ്റെ ചുറ്റളവ് കിട്ടുമെന്ന് മനസ്സിലായോ? ചുറ്റളവാണ്, അതായത് പെരിമീറ്റർ കാണുന്നതാണ് ഈ പറയുന്നത്. ഈ പാഠത്തിൽ നമുക്ക് ഏരിയയും പെരിമീറ്ററും കാണാനാണ് പഠിക്കാനുള്ളത്. അതായത് ചുറ്റളവും പരപ്പളവും. അപ്പം നമുക്ക് ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്, പെരിമീറ്റർ ആണല്ലോ. ഇവിടെ നോക്കിക്കേ, എന്നാണ്ട് അവർ ഇവിടെ ഒരു 2 വരെ, ഇവിടെയും 2, ഇവിടെ 3, ഇവിടെ 2 പടത്തിൽ തന്നിട്ടുണ്ട് ഇല്ലേ. ഇതിൻ്റെ ഇതുപോലെ ഒടിച്ചു മാറ്റി എഴുതുക. ഇത് ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈർക്കിൽ വെച്ചല്ലേ കണ്ട ഇങ്ങനെ ഒടിച്ചു മാറ്റാനൊക്കെ കണ്ടോ ഈ പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് ഇവിടെ 2, 5, 4, 2 ഇത് ഇത്രയും അവരങ്ങ് ഒടിച്ചു മാറ്റിയേക്കുക എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഇത്രയും അങ്ങ് ഒടിച്ചു മാറ്റിയേക്കുക എന്നാ. എന്തുവാണെന്നറിയോ? തണ്ട കണ്ടോ, ഈ ഒരു സംഭവമാണ് ഈ ഒടിച്ചു മാറ്റിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇനി മുറിച്ചു മാറ്റിയ കഷ്ണങ്ങൾ ചുവടെ കാണുന്നത് പോലെ തിരിച്ചു വെച്ചാൽ ആദ്യം കണ്ട രൂപമായില്ലേ. ആയില്ലേ കുഞ്ഞുങ്ങളെ? നമ്മൾ ആ പടം വായിക്കുന്നു നോക്കണേ, അതുപോലെ ആയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആണല്ലോ. നോക്കിക്കേ, 5, 4, 2, 2, 3 അതായത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 18 വരുമെന്ന്. ഇപ്പം പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? അതായത് ഈർക്കിൽ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഈർക്കിൽ മുഴുവൻ ഈ രൂപം ഉണ്ടാക്കാനും ഉപയോഗിച്ചല്ലോ എന്ന്. ഇനി കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയ ചതുരത്തിനും ഈ രൂപത്തിനും ഒരേ ചുറ്റളവാണ്. ചുറ്റളവ് ഒരേ മുമ്പലത്തേൻ്റെ ഇപ്പോഴത്തെ എല്ലാം നമുക്ക്
ചുറ്റളവ് എന്താ ഒരേ ഇതാ കിട്ടിയത് അല്ലേ. ഇനി ഇതേ രൂപം കടലാസിൽ വെട്ടിയെടുത്താലോ, കണ്ട ഈ രൂപം കടലാസിലൊന്ന് വെട്ടിയെടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. തീർന്നു ഇല്ലയോ? ഇതുവരെ വന്ന ഫ്ലോയെ അങ്ങ് പോയി. പരപ്പളം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഏരിയയാണ്. ഇത് മലയാളത്തിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് പരപ്പളം എന്ന് വെച്ചാൽ എന്താ? ഏരിയയാണ്. ഈ പടത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അറിയാമോ നിങ്ങൾ? ഇതിൻ്റെ ചുറ്റളവ് നമുക്കറിയാം. എന്താ? നമുക്കിത് ഇത്രയും കൂടെ കൂട്ടിയാൽ മതി. ഇത്ര 5, 5, 4, 9 അല്ലേ. 9ഉം 2ഉം 11, 11ഉം 2ഉം 13, 13ഉം 3ഉം 16ഉം 2ഉം 18. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നമുക്ക് കിട്ടി. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്ര കുഞ്ഞുങ്ങളെ? 18 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. കേട്ടല്ലോ? നമ്മളോട് ചോദിച്ചത് എന്താ? ചുറ്റളവ് കാണാനാണോ? അല്ല, പരപ്പളവ് കാണാനാണ്. എന്താ കുഞ്ഞുങ്ങളെ? പരപ്പളവ് കാണാനാണ്. വല്ല ഐഡിയ ഉണ്ടോ? ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ പടമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ കളർ അടിച്ചില്ലെന്നേ ഉള്ളൂ. നമുക്ക് ചുറ്റളവ് 18 കിട്ടി അല്ലേ. നമ്മളത് ചെയ്തിപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചു. പെരിമീറ്ററിൻ്റെ വേറൊരു പേരാണ് ചുറ്റളവ്. അതായത് ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ 5 സെൻറ്റിമീറ്റർ, 4, 2, 2, 3, 2 ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 സെൻറ്റിമീറ്റർ കിട്ടി. 18 സെൻറ്റിമീറ്റർ എന്താണ്? ചുറ്റളവാണ്. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ എന്താ? നിങ്ങൾ അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നിങ്ങളെ? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എന്നിട്ടേ ചുറ്റളവ് പരപ്പളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? രണ്ടായിട്ട് നമുക്ക് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ചുറ്റളവ്? അതായത് നോക്കിക്കേ, ഈ പടത്തിനെ ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു മാറ്റി. അപ്പം അതുണ്ടോ? മനസ്സിലാക്കണേ. ഇവിടെ വെച്ചങ്ങ് മുറിച്ചു. അപ്പം പിന്നെന്താ? ഇവിടെ ഇത്രയും ഒരെണ്ണമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ. ഇതിനെ വേറൊന്നായിട്ട് 2 എണ്ണമായിട്ട് നമുക്കിതിനെ അങ്ങ് മാറ്റാം. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? പടം മനസ്സിലായല്ലോ? നമ്മുടെ പടം ഏതാണ്? ഇതായിരുന്നു പടം അല്ലേ. ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അത് നോക്കിക്കേ, നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അത് ഇങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യണം, അത് ഇങ്ങോട്ട് ഇട്ട് ചെയ്യണം. അപ്പം നമുക്ക് അങ്ങോട്ടിട്ട് ചെയ്യുന്നതിലും എളുപ്പം. രണ്ടും എളുപ്പം കേട്ടോ, നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ആദ്യം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 2ആയിട്ട് നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം നമുക്ക് ഇങ്ങനെയും കിട്ടി. എന്താ? 2 സെൻറ്റിമീറ്റർ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എന്താ മൊത്തം എത്ര കുഞ്ഞുങ്ങളെ തന്നേക്കുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ മൊത്തം തന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഇത്രയെന്ന് പറയുന്നത് 2 ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര? 2. അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 3. നിങ്ങൾ അത് ഇങ്ങനൊരു ടെസ്റ്റ് ഇതേലെ കണക്കിനകത്തിലെല്ലാം കാണും. കാരണം അതിൻ്റെ വശങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ മൊത്തം 5 എന്നാണ് തന്നിരിക്കുന്നത് ആണല്ലോ. ഈ വശം 5 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഇത്രയും തന്നിരിക്കുന്നത് 2 ആണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ എന്താവും? ഇത് ഇത്രയും 2 ഇവിടെ എന്തായി ഞങ്ങളെ? 2 എന്ന് ഈ 2 അല്ലേ ഇവിടെ 2 അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും? 3 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും തന്നിട്ടുണ്ട് 3 അല്ലേ. അപ്പോൾ അത് ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്തും കിട്ടി, വിട്ടും കിട്ടിയത് അല്ലേ. ഇത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും വിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്തുകൂടായോ അല്ലേ? L/B. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ എന്ത് ചെയ്യണം? ഇതിനെ ചെയ്യണ്ട. 3 × 2 എത്ര? ആദ്യമേ L/B ആണേ കുഞ്ഞുങ്ങളെ. L/B എത്ര? ആദ്യത്തെ L/B 3 × 2 6 രണ്ടാമത്തെ എന്താ? 4 × L/B അതിൻ്റെ എത്ര? 4 × 2 8. അപ്പം നമുക്ക് എത്ര? 14 സെൻറ്റിമീറ്റർ കിട്ടുക. എന്താ? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. മനസ്സിലായോ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ പടം ഇങ്ങനെ എല്ല് പോലെ ഇരുന്നതാണ്. നമ്മൾ അതിനെ 2ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 റെക്റ്റാങ്കിളായിട്ട് അല്ലേ, 2 ചതുരമായിട്ട് അങ്ങ് മാറ്റിയിട്ട് ആ 2 എണ്ണത്തിൻ്റെ ആദ്യത്തെ 3 × 2 രണ്ടാമത്തെ 4 × 2 രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഇനി അതിനെ വേറൊരു രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നീട്ടിയാൽ. അപ്പോൾ ഇത് മൊത്തം 4 പറഞ്ഞു ആണല്ലോ. ഇത് വേറെ രീതിയാ. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ കുഞ്ഞുങ്ങളെ. അതായത് ഇത് താഴത്തെ നമുക്ക് തന്നായിരുന്നു 4 അല്ലേ. ഈ സൈഡ് തന്നിട്ടുണ്ട് എത്ര? 5 അപ്പം നമുക്ക് എന്താ? L/B ആണ് ഏരിയ എന്ന് നമുക്കറിയാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് L/B ആണെന്നറിയാം. അപ്പം L-ഉം B-യും തന്നിട്ടുണ്ട്. എത്ര കിട്ടി? 5ഉം 4ഉം 20 കിട്ടി. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ? ഇവിടെ ഒരു 3ഉം 2ഉം
നമ്മൾ അഡീഷണൽ ഇട്ടാണ് ഇവിടുത്തെ ഈ 3ഉം ഈ 2ഉം നമ്മൾ എന്താ അഡീഷണൽ ഇട്ടാണ്. അപ്പോൾ 3 × 2 എത്ര ആവും നിങ്ങളെ? 6. ആ 6 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 കിട്ടും. 6 വന്ന് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളെ? ഇവിടെ എന്താ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ ഇതൊരു 3 ആയിരുന്നു അല്ലേ? നമ്മുടെ ചോദ്യത്തിൽ നോക്കണേ, ഇതൊരു 3ഉം ഇതൊരു 2ഉമായിരുന്നു അല്ലേ? അതാണ് നമ്മൾ ഇങ്ങോട്ട് നീട്ടിയത്. 2നെ ഇങ്ങോട്ട് നീട്ടി, കണ്ടോ? നീട്ടി 3നെ താപ്പോട്ട്, അതായത് അധികത്തിൽ നമ്മൾ എന്താ ഇവിടെ ഇട്ട് കൊടുത്തതാ. അപ്പോൾ ആ ഇട്ട് കൊടുത്തത് നമ്മൾ എന്ത് കൊടുക്കണം? 3 L × B അല്ലേ? അതും നീളവും അതെന്ത് ചെയ്യണം? 3 × 2 6ആണ്. ആ 2 അങ്ങ് അതായത് അധികം ഇട്ട് കൊടുത്ത ആ 6 നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. അതിനെ അങ്ങ് കട്ട് ചെയ്താൽ മതി 14. ഇങ്ങനെയും ചെയ്യാം. ഇതും എളുപ്പവഴിയാണ്. പഠിക്കേണ്ടവർക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും പഠിക്കാം നിങ്ങളെ. ഇതും എളുപ്പവഴിയാണ്, ഇതും എളുപ്പവഴിയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് എല്ല് എന്ന് പറയുന്ന ഓരോ ക്ലൂവും നിങ്ങൾ ഓർത്തോണം. എല്ല് എന്ന് പറയുന്നതിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് കേട്ടോ. 2 റെക്റ്റാങ്കിളായിട്ട് മാറ്റി ആ 2 റെക്റ്റാങ്കിൾ കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താ? പൊതു ഏരിയ കിട്ടി. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമുക്ക് വേണ്ട ഇതെല്ലാം ടെസ്റ്റിലെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അത് അതിനെക്കുറിച്ച് കുറേ ഇനി നമുക്ക് നോക്കിക്കേ. ഇതാണ്ട് ഈ കണക്ക് ചെയ്യാം. ഇതാണ്ട് ഇത് കണ്ടോ? ഇത് എക്സർസൈസ് 123-ാമത്തെ പേജിലെ കണക്കാണ്. ഇതാണ്ട് കണ്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞ രീതി ഒന്ന് നോക്കണേ നിങ്ങൾ. ഏതാണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ രീതി വെച്ച് നോക്കിക്കേ. ഇത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ 6 ആണെന്ന് നമുക്കറിയാം. നല്ലപോലെ കേൾക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നോക്കൂ നിങ്ങളെ, ഇവിടെ താഴെ അല്ലെ ബേസ് അല്ലെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് നമുക്ക് വിഡ്ത്ത് എടുക്കാം. 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് വിഡ്ത്ത് അല്ലേ? 4 സെൻറ്റിമീറ്റർ. ഇനി നോക്കിക്കേ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, പിന്നെ ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ ഒന്ന് കണ്ടോ? നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഇതൊരു പടി പോലാണ് കൊടുത്തത്. മുമ്പ് നമ്മളൊരു എല്ല് പഠിച്ചു. ഇനിയിപ്പം നമ്മളെന്താ ഒരു പടി പോലത്തെ അല്ലേ? ഇവിടെ കണ്ട പടി പോലത്തെയാണ് ഉദ്ദേശിക്കുക. ഇനി ഈ പടിയെ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ചെയ്യാൻ ഇതിൻ്റെ ആദ്യം നമ്മൾ എന്ത് കാണണം നിങ്ങളെ? ആദ്യമേ ഇതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നമുക്ക് കാണാം. പെരിമീറ്റർ അല്ലെങ്കിൽ എന്താ? ചുറ്റളവ് എത്രയൊക്കെയാണ്? നമുക്ക് ചുറ്റളവ് എത്രയൊക്കെയാവും നിങ്ങളെ? ആദ്യമേ എത്ര? നമുക്ക് താഴത്തെ ഏറ്റവും വലുതെടുക്കാം അല്ലേ? ആദ്യത്തെ ഏറ്റവും വലുത് എത്ര? പിന്നെ 6 സെൻറ്റിമീറ്റർ. 6 അധികം ഇല്ലേ? ചുറ്റളവ് എടുക്കാൻ അറിയണേ. എന്നിട്ട് ഈ 6, പിന്നെ ഇവിടെ ഒരു 1 വരും അല്ലേ? കാരണം മേപ്പോട്ടുള്ള 1 അധികം, പിന്നെ ഇവിടെ ഒരു 1 1 അധികം. നല്ലപോലെ നോക്കണേ, 1 വന്നത് ഇവിടെ 6. ടെസ്റ്റിൽ ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയണം ഇത് 1 ആണെന്ന്. ഇവിടെ 1, പിന്നെ ഇവിടെ ഒരു 1, പിന്നെ ഇവിടെ മേപ്പോട്ട് ഒരു 2 അല്ലേ? പിന്നെ ലെഫ്റ്റിലോട്ട് ഒരു 1, ലെഫ്റ്റിൽ നിന്ന് മേപ്പോട്ട് ഒരു 1, പിന്നെ ഇവിടെ അപ്പോൾ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ മൊത്തം 6 ആയിരുന്നു. അതിൽ 1 2 അങ്ങ് പോയാൽ ബാക്കി എത്ര ആവും നിങ്ങളെ? 4 ഉണ്ട് അവിടെ, അത് ഓർത്തോണേ. പിന്നെയും ഒരു 4, ഈ ലെഫ്റ്റിലെ 4. ഇത് നല്ലപോലെ അറിയണേ. ചുറ്റളവ് ചാടിക്കയറി എല്ലാവരും 4 6 1 2 ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് എഴുതും. ഞങ്ങൾ ചുറ്റളവ് കണ്ടെന്നും പറയും, പക്ഷെ അങ്ങനല്ല. നമ്മൾ നോക്കിക്കേ, ഇവിടെ 6 അല്ലേ? ഇവിടെ 1 ഉണ്ട്. കാരണം ഇങ്ങോട്ട് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഈർക്കിൽ വെച്ച് ചെയ്തോ അല്ലെ നൂല് വെച്ചെടുത്താലും നമ്മളെന്താ ഇവിടെ മേപ്പോട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അത് 1 ആണ്. പിന്നെ ഇങ്ങോട്ടൊരു 1, ഇങ്ങോട്ടൊരു 2 1, പിന്നെ ഇവിടെ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം മൊത്തം 6 ആയിരുന്നു അല്ലേ? ഇവിടെ ഇങ്ങോട്ട് വന്നാലും എന്താ 6 ആയിരുന്നു. അതിൽ 2 നമ്മൾ ഇങ്ങോട്ട് കയറി എടുത്തിട്ടുണ്ട്, 2 അല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ എത്രയേ വരത്തുള്ളൂ നിങ്ങളെ? 4. അത് ഓർത്തോണേ, 4 പിന്നെ ഒരു 4. അപ്പോൾ എത്ര കിട്ടും? 6 7 8 10 11 12 16 20 സെൻറ്റിമീറ്റർ. പിടികിട്ടിയോ എങ്ങനെ വന്നതെന്ന്? സംശയമൊന്നുമില്ല കുഞ്ഞുങ്ങളെ. ഇത് ടെസ്റ്റ് തന്നിട്ടില്ല. ടെസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എന്ന് വെച്ചാൽ ഈ ഒന്നും ഒക്കെ തരാത്തത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഇവിടെ 6 മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് ഇവിടെ ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട് അല്ലേ? ഞാൻ പടിയാന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ അകത്തോട്ട് കയറും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അങ്ങ് പോയി. അപ്പോൾ 4 2 6 എങ്കിലേ വരത്തുള്ളൂ. അപ്പോൾ 4. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇനി ഇതിനോട് നമ്മൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടു അല്ലേ? ചുറ്റളവ് കണ്ടു. ഇനി നമ്മൾ എന്താ? ഇതിൻ്റെ ഏരിയ കാണണം. എങ്ങനെ കാണും? ഏരിയ കാണും. പറ കുഞ്ഞുങ്ങളെ. ഇത് റെക്റ്റാങ്കിളിൻ്റെ ആണല്ലോ. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിള്, ചതുരത്തിൻ്റെ ചുറ്റളവ്, ചതുരത്തിൻ്റെ ചുറ്റളവ്.
ചതുരത്തിൻ്റെ ചുറ്റളവ്. ആദ്യം നമുക്കിത് നോക്കാം കുഞ്ഞുങ്ങളെ. ചെറുത് ഇവിടെ എത്ര ആയിരുന്നു എന്നാണ് പറഞ്ഞത്? അതെ, ഇവിടെ ഇത് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 4. ഇവിടെ എത്ര ഉണ്ട്? 1. അപ്പം എന്താ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ L×B. നമുക്ക് അതിനെന്താ 1 ഫസ്റ്റ് ഇത് 1 എന്നൊരു പേര് കൊടുക്കുക. ഇത് ഒന്നാമത്തത് ദാണ്ടേ 1 ഞാൻ മാറ്റി അതിൻ്റെ കട്ട കൊടുത്തേക്കോട്ടെ. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതിയതാ. അപ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 1 വരും. 4 × 1 4. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ, 4 × 1 4. അപ്പോൾ അത് ഫസ്റ്റിൻ്റെ കിട്ടി. അടുത്ത രണ്ടാമത്തെ നോക്കി. ഏതാണ്ടേ രണ്ടാമത്തെ എന്താണ്? ഇത് 2 നമ്പർ കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ എന്താ? ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? ഇവിടെ മൊത്തം 6 ആയിരുന്നു. 6ൽ നിന്ന് 1 ഇങ്ങോട്ട് പോന്നു അല്ലേ? മൊത്തം 6 ആയിരുന്നു. 6ൽ നിന്ന് 1 ഇങ്ങോട്ട് പോയാൽ പിന്നെ ഇവിടെ ബാക്കി എത്ര? 5 ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഇത് 2 എന്താ കുഞ്ഞുങ്ങളെ? L×B ആണ് അല്ലേ? അപ്പോൾ എത്ര? L എത്ര വന്നേ? 5. 5 ഇൻറ്റു എന്താ വിട്ട് എത്ര? 2 ആണ്. 5 × 2 10. അപ്പോൾ അത് കിട്ടി. ഈ 2 വന്ന ഏതാ? നല്ലത് ഇത് 5 ആണ് കേട്ടോ. 5 വന്ന എങ്ങനെയാണെന്ന് അറിയാവേ? 5 ആണ്. ഇത് 2. 5 × 2 10. ഇനി മൂന്നാമത്തെ എത്ര കുഞ്ഞുങ്ങളെ? 6 ആണല്ലേ മൂന്നാമത്തെ. അതും L×B. എല്ലാം റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ച L×B അല്ലേ? L അവിടെ 6 ആണ്, B അവിടെ 1 ആണ്. 6 × 1 എത്ര കുഞ്ഞുങ്ങളെ? 6 ആണ്. അതുകൊണ്ട് ഇവിടെ വരച്ച് കാണിച്ചിട്ട് 6 × 1 1 6 6. L×B. ഇവിടെ എത്ര ആയിരുന്നു? 5. 5 × 2 10. ഇവിടെ 1 4 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 10 6. അപ്പം ടോട്ടൽ ഏരിയ എത്ര കിട്ടി? ഏരിയ ഓഫ് ഇതിന് എത്ര കിട്ടി? 4 + 10 + 6 എത്ര കുഞ്ഞുങ്ങളെ? 20 സെൻറ്റിമീറ്റർ. അതും എന്താ നമുക്കപ്പോൾ എന്ത് കിട്ടി? പെരിമീറ്റർ ഈ പടത്തിൻ്റെ 20 ആണ്, ഏരിയയും ഈ പടത്തിൻ്റെ 20 ആണ്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? കാരണം ഈ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചുറ്റുമുള്ള അളവുകളെല്ലാം കൂടെ കൂട്ടണം. നമുക്ക് കുറച്ചേ തരത്തിൽ ബാക്കി നമ്മൾ കണ്ടുപിടിച്ചാണ് എഴുതേണ്ടത്. പിന്നെ ഏരിയ കാണുമ്പോൾ അതിനെ ഓരോന്നിനെയും നമ്മൾ എടുത്ത് വെച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ തെറ്റത്തില്ല. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ മാറ്റിയിട്ട് ചെയ്തത്. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ മാറ്റിയിടേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാറ്റിയിട്ടാണ്. L×B ആണ് എന്താ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാം, മൊത്തം കൂടെ കൂട്ടി എഴുതുക. ഓക്കെ ആണോ? നമ്മുടെ എക്സസൈസിൻ്റെ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ അതിലെ ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് കാണണേ നിങ്ങളെ. ഇനി അടുത്ത എൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കണേ. രണ്ടാമത്തെ പടം കണ്ടോ നിങ്ങളെ? ഒരു ബോക്സ് കണ്ടേ, ഇതാണേ ഇത് കണ്ടോ? കണ്ടോ ഇങ്ങനെ ഒരു കറക്റ്റ് എന്താ 5 4 ലെങ്ത് 5ഉം വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 4ഉമാണ് വന്നേക്കുന്നത് അല്ലേ? പക്ഷേ അതിൻ്റെ നടുക്ക് കണ്ടോ ഒരു സംഭവം കിടക്കുന്നത് കണ്ടോ? അപ്പോൾ നമുക്കിതിൻ്റെ എന്താ ആദ്യമേ ഇതിൻ്റെ ചുറ്റളവ് കാണാം അല്ലേ? പെരിമീറ്റർ കാണാം. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. മലയാളംകാർ മലയാളം എഴുതണേ നിങ്ങളെ, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതണം അല്ലേ? ചുറ്റളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 5 അധികം ചുറ്റുമുള്ള അളവാണ്. 5 അധികം 4 പിന്നെ ഇവിടോട്ട് എത്ര? മൊത്തം എത്ര കുഞ്ഞുങ്ങളെ? 5 സെൻറ്റിമീറ്റർ ആണ് മൊത്തം. അതിനകത്തിൽ നടുക്ക് 1 സെൻറ്റിമീറ്റർ അങ്ങ് പോയി. 5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നടുക്ക് 1 സെൻറ്റിമീറ്റർ ഇങ്ങ് എടുത്താൽ പിന്നെ ഇവിടെ എത്ര? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 2 വന്നാൽ എങ്ങനെ? മൊത്തം 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്ററിൽ 1 സെൻറ്റിമീറ്റർ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ ബാക്കി 2 ആണ് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ 5 കിട്ടി. 4 പിന്നെ എത്ര കുഞ്ഞുങ്ങളെ? 2 അല്ലേ? പിന്നെ ഇങ്ങോട്ടൊരു 1, പിന്നെ ഇവിടെ ഒരു 1, പിന്നെ ഇവിടെ ഒരു 1, പിന്നെ ഇവിടെ ഒരു 2, ഇവിടെ ഒരു 4. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ? 5 4 അതായത് നമ്മൾ നൂലോ ഈർക്കിലോ വെച്ച് ചെയ്യുമ്പോൾ 5 4 2 1 1 1 2 4. മനസ്സിലായോ? 5 4 9 11 12 13 14 16 4 20 കുഞ്ഞുങ്ങളെ. അവിടെ നമുക്ക് എന്ത് വന്നത്? 20 സെൻറ്റിമീറ്റർ ആണ് അവിടെ എന്ത് വന്നത്? പെരിമീറ്റർ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് കാണുക, ഏരിയ കാണുക, പരപ്പളവ് കാണുക. എന്താ കുഞ്ഞുങ്ങളെ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുക.
ചുറ്റളവെന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ് കൂട്ടാൻ അറിയണേ കേട്ടോ. തരാത്തടുത്ത് നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത് കണ്ടുപിടിച്ച് വേണം എഴുതാൻ. ഇവിടെ 2ഉം 2ഉം വന്നത് എന്തുകൊണ്ടാണ്? മൊത്തം 5ആണ്. 5ൻ്റെ 1 ഇങ്ങി പോകുന്നു അല്ലേ, നടുക്കളത്തെ 1 ഇങ്ങി പോകുന്നു, ബാക്കി 2ഉം 2ഉമാണ്. അത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. ഇനി ഇതിൻ്റെ പരപ്പളവ് കാണുക എന്ന് വെച്ചാൽ എന്താ? ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നും ആദ്യം എന്താ കുഞ്ഞുങ്ങളെ, ആദ്യം നമ്മൾ എന്തോ ചെയ്തു, അതാണ്ട് ഇവിടുന്ന് ഇത്ര ഇങ്ങ് എടുത്തു, ഇതിൻ്റെ എന്താ ഇത്ര ഇങ്ങ് എടുത്തു. അപ്പം 2 × 1, ഇവിടെ 2 ഇവിടെ എത്ര, മൊത്തം എത്ര? 4 ആണ് അല്ലേ. 4ൽ 1 1 സെൻറ്റിമീറ്റർ അല്ലേ ഇതെന്ന് പറഞ്ഞത്, അപ്പോൾ ബാക്കി ഇത് എത്ര ഉണ്ട്? 3. അണ്ട താഴെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഇവിടെ 2, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്രയും തന്നിട്ടുണ്ട്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആണല്ലോ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആണല്ലോ. ആ ക്ലൂ ഞാൻ ആദ്യമേ ഫസ്റ്റ് പാർട്ടിലൊക്കെ പറഞ്ഞായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഒരെണ്ണേ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എന്താ, ഇപ്പുറത്തെ സൈഡ് അതായിരിക്കുമെന്ന്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1. അപ്പോൾ നമുക്ക് ഇതും കിട്ടി. ഇനി ഇവിടെ മൊത്തത്തിൽ 4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇതെത്ര? 3 ആണ് കേട്ടോ. ഇനി ഞാൻ സെപ്പറേറ്റ് വരച്ച് കാണിച്ചേക്കുക. അപ്പോൾ നോക്കിയേ, ഈ പടം നോക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഫസ്റ്റ് നമ്മളെന്താ ഇതിന് 1 എന്നുള്ള അല്ലേ. അപ്പോൾ ഈ ഒന്നാമത്തെ നോക്കിയേ, ഏരിയ ഒന്നാമത്തേൻ്റെ ഏരിയ ഏതാ? 2 × L × B ആണല്ലോ. ഇനി അത് എന്നാലും എഴുതിയേക്കാം. L × B എത്ര? 2 × 1 2 ആണ്. ഇനി ഏരിയ രണ്ടാമത്തേൻ്റെ ഏരിയ 2 എന്താ? അതും എന്താ? L × B, അതും അവിടെയും റെക്റ്റാങ്കിളാണ് വന്നത്. അപ്പോൾ എന്താ? 2 × 1 ആണ് അവിടെയും എന്താ? 2 ആണ്. അടുത്ത എന്താ? ഏരിയ മൂന്നാമത്തേൻ്റെ ഏരിയ 3 എന്താ നിങ്ങളെ? ഏരിയ ലെങ്ത് എത്ര? L × B മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? L × B, L എത്ര? 5 ആണ്, B എത്രയാണ്? 3 ആണ്. 5 3 15. ഇനി ഇത് 3ഉം കൂടെ 15, 15ഉം 2ഉം 17, 17ഉം 2ഉം 19 ആണ് അവിടുത്തെ എന്ത് വന്നത്? ഏരിയ വന്നത്. മനസ്സിലായോ? അവിടുത്തെ പെരിമീറ്റർ മൊത്തം കൂടെ കൂട്ടിയത് 20 ആണ്. ഏരിയ വന്നത് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അതായത് നമ്മൾ അതിനെ 3ആയിട്ട് ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. കാരണം അല്ലാതെ നമുക്ക് ഏരിയ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താ, മൊത്തം കൂടെ 3ആയിട്ട് എന്താ സ്പ്ലിറ്റ് ചെയ്തു. 1 2 3. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ 19 കേട്ടോ. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇനി ഇതിലും ഞാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്കൊരു വേറെ ഒരു എളുപ്പവഴിയുണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? L × B ആണ് എന്താ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ 5 × 4 എത്രയാണ്? 5 4 20 ആണല്ലോ. 5 4 20 മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 5 × 4 20 നമുക്കിതിൻ്റെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇത്രയും നമുക്ക് ഇല്ലാത്തതിൻ്റെ ഏതാ? 1 × 1 1 ആണ്. അപ്പോൾ ആ 1 × 1 എങ്ങനെയാണെന്നറിയോ? L × B, ഇവിടുത്തെ L 1ഉം B 1ഉമാണ്. അപ്പോൾ 1 × 1 1 ആണ്. അപ്പോൾ 20ൽ നിന്ന് ആ 1 അങ്ങ് മൈനസ് ചെയ്താൽ എത്ര? 19 കിട്ടും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്കിങ്ങനെ ഒരു ആൻസർ കിട്ടിയപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞുങ്ങളെ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഞങ്ങൾ ചുരുകൂടെ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുമെന്ന് എന്നാലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ട്. അങ്ങനെയും ചിന്തിക്കാം കേട്ടോ. കാരണം L × B ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് ആണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടായോ? എന്താ മൊത്തത്തിൽ 5 × 4 20 പക്ഷേ ഇവിടെ ഇത്രയും പോർഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്താ? 1 × 1 1 ആണ്. ഈ 1 × 1 എന്ന് വെച്ചാൽ L × B ഇല്ലാത്തടുത്തെ 2 1 ആണ്. അപ്പം ആ 20ൽ നിന്ന് 1 കുറച്ചാലും 19 കിട്ടുമെന്നാവും കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 ചെയ്തു. മനസ്സിലാക്കണേ കേട്ടോ. നമുക്ക് അതെന്തോ വലിയ സംഭവം എന്നൊക്കെ തോന്നുമെങ്കിൽ 2-3 വട്ടം ചെയ്യണം കേട്ടോ, എങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്ത എന്താ കുഞ്ഞുങ്ങളെ? അടുത്ത ഒരു T ആണല്ലേ. നോക്കിക്കേ, അടുത്ത T ആണ്. ഇവിടെ നോക്കിക്കേ, കണ്ടോ? ഇത് നമുക്ക് എന്താ? ഇതിൻ്റെ ചുറ്റളവ് കാണാം. ചുറ്റളവെന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ കാണാം അല്ലേ. പെരിമീറ്റർ കാണാൻ എന്തോ ചെയ്യണം? കുഞ്ഞുങ്ങളെ മൊത്തം കൂടെ കൂട്ടണം അല്ലേ. ഇവിടെ എത്ര? 5 ഉണ്ട്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെയും 1 ആണ്. അപ്പം ഇവിടെ 5 ആണ്. 5ൻ്റെ 1 ഇങ്ങി ഇവിടെ എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഫുൾ എത്ര കുഞ്ഞുങ്ങളെ? 5 ആണ് അല്ലേ. ഈ 5ൻ്റെ 1 നമ്മളിങ്ങി എടുത്താൽ അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 2ഉം ഇവിടെ 2ഉം ആയിരിക്കും. കാരണം മൊത്തം അല്ലേ 5. 5ൻ്റെ 1 ഇപ്പോൾ പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എത്രയായിരിക്കും നോക്കി? താഴോട്ട്. അതായത് ഇവിടെ സൈഡിൽ പറയുന്നുണ്ട്, സൈഡിൽ നമ്മുടെ ടെസ്റ്റിലാണ്ട് സൈഡിൽ പറയുന്നുണ്ട് എത്ര കുഞ്ഞുങ്ങളെ? അവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. എത്ര? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ 1 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് എത്രയായിരിക്കും നിങ്ങളെ? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്ര?
4. എളുപ്പമല്ലേ? ആദ്യമേ അത് കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? മനസ്സിലായോ നിങ്ങളെ? അതായത് 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ തന്നത്. അപ്പം നമുക്ക് ഇവിടെ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ആണല്ലോ, 5 ആണല്ലോ. പക്ഷേ എന്താ, നമുക്ക് അവിടെ 5 തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ 1 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 1. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും 2, ഇവിടെയും 2. മനസ്സിലായോ? അപ്പോൾ 2ഉം 2ഉം എത്ര കുഞ്ഞുങ്ങളെ? 2ഉം 2ഉം 4ഉം ഈ 1ഉം 5 ആയി. മനസ്സിലായോ? ഓക്കെ ആണല്ലോ അത്രയും. ഇനി ഇതൊക്കെ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 1 സെൻറ്റിമീറ്റർ. അതിന് സംശയമില്ലല്ലോ. ഇനി സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? മൊത്തം 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൽ 1 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് താപ്പോട്ട് ഇങ്ങനെ വരുന്നതല്ലേ 5 സെൻറ്റിമീറ്റർ. 1 പോയാൽ ബാക്കി എത്ര? ഇവിടെ 5 1 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 4 ആണല്ലേ? 4. ഞാൻ മുമ്പ് 4 അതെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ വശവും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ വശവും കിട്ടിയെങ്കിൽ പെരിമീറ്റർ കണ്ടുകൂടെ? എത്രയൊക്കെയാ? 5 അധികം മേളിൽ നിന്ന് വരാം. എത്ര കുഞ്ഞുങ്ങളെ? 5 അധികം പിന്നെ 1 അധികം പിന്നെ 2 അധികം 4 അധികം 1 അധികം 4 അധികം 2 അധികം 1. എന്താ? 5 1 2 4 1 4 2 1. എത്ര ആയിരിക്കും? 5 6 6 2 8 8 4 12 13 13 4 17 17 2 19 1 20. അതിനും എന്താ? 20 വന്നിരിക്കുന്നത് കേട്ടോ. എത്ര കുഞ്ഞുങ്ങളെ? 20 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ എന്ത് കിട്ടിയത്? പെരിമീറ്റർ കിട്ടിയത്. ഇതിന് സംശയം വല്ലതും ഉണ്ടോ? അതായത് മൊത്തം സൈഡിലൂടെ നോക്കിയിട്ട് വേണം ചാടി കയറി എഴുതരുത് കേട്ടോ. 20. ഇനി എന്താ? നമുക്കതിൻ്റെ ഏരിയ കാണണം. ഏരിയ എന്തോ ചെയ്യണം? ഏരിയ കാണാൻ ഇത് നോക്കിക്കേ. നമ്മൾ രണ്ടായിട്ട് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം ഇതും പിന്നെ ഇതും അല്ലേ? ഇവിടുത്തെ എത്ര കുഞ്ഞുങ്ങളെ? 5ഉം അല്ലേ? 5ഉം 1ഉം. അപ്പോൾ 5 ഇൻറ്റു 1 അല്ലേ? 5 ഇൻറ്റു 1 5. ഒന്നാമത്തെ നമ്മൾ ചെയ്തു. ഏരിയ ഒന്നാമത്തേൻ്റെ ഏരിയ കേട്ടോ. വൃത്തിയായിട്ട് അത് എഴുതണേ. ഞാൻ എളുപ്പം പറയുന്നത്. ഇനി രണ്ടാമത്തെ തണ്ടി ഇതാണ്. രണ്ടാമത്തെ ഏരിയ അല്ലേ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നൊക്കെ എഴുതണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ചതുരത്തിൻ്റെ പരപ്പളവാണ്. ചതുരത്തിൻ്റെ പരപ്പളവും അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കേട്ടോ. അപ്പോൾ എത്രയാ? ഇവിടെ എന്താ? 4 ഇൻറ്റു എത്രയാ? 1 അല്ലേ? അതായത് 4 ഇൻറ്റു 1. ഇവിടെ 5 ഇൻറ്റു 1. അപ്പോൾ എത്ര? 4 ഇൻറ്റു 1 4. അപ്പോൾ നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ? 5 അധികം 4 9 9 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഏരിയ കിട്ടുന്നത്. ഇതിൻ്റെ പരപ്പളവ് 20 സെൻറ്റിമീറ്ററും ഏരിയ 9 സെൻറ്റിമീറ്റർ. ഇത് വളരെ വിശാലമായിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. എല്ലാ ടീച്ചർമാരും ചുരുക്കി ഇതങ്ങ് പറയത്തേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് ഞാനങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്ത് പറയുന്നത് കേട്ടോ. ഇച്ചിരി സമയം എടുത്താലും നിങ്ങൾക്കിത് മനസ്സിലാവണം. കാരണം എല്ലാവർക്കും ഒന്നും ഇതങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എവിടിട്ടാണ് ഈ വരയ്ക്കുന്നത്, ഏതാണ് മുറിച്ച് മാറ്റേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ഇ ആണ് അല്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, ഈയുടെ ആദ്യമേ നമ്മൾ എന്ത് കാണണം? ഏത് പടത്തിൻ്റെ ആദ്യം എന്ത് കാണണം? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണണം. ചുറ്റളവ് ഇവിടെ നോക്കണേ. ഇതെല്ലാം ഒന്ന് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ ചുറ്റളവൊക്കെ എങ്ങനെയാണ് കേട്ടോ. നോക്കിക്കേ. ഇവിടെ 5. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 5 ആദ്യം നമുക്ക് അങ്ങ് എഴുതാം. ഇവിടെ 5 ഇവിടെ 1 ഇവിടെ 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയാ? ഇവിടെ 1 കേട്ടോ. 1 എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം നടിയത് 1 ഇതൊന്ന് ഇത് എത്രയാണെന്നപ്പോൾ തന്നിട്ടില്ല അല്ലേ? എത്രയായിരിക്കും? ഇവിടെ 3 കേട്ടോ. ഇവിടെ 3 ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? ഇതും 3 കാരണം ഇത് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് 5 കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല എന്നപ്പോൾ ഇവിടെ 1. എന്തുകൊണ്ടാണ് 1? എല്ലാത്തിൻ്റെയും നടി 1 അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എത്ര തന്നിട്ടില്ല? ഇവിടെ 3 ഇവിടെയും 3. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. ഇവിടെ 1 ഇവിടെ 3 ഇവിടെ എത്ര? അപ്പം ഇവിടെ 1 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര തന്നിട്ടില്ല. ഇവിടുത്തെ അതേ മെഷർ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ ഈ പോയേക്കുന്നതും അല്ലേ? അപ്പോൾ എത്ര? ഇത് 4 ഇതും എത്ര? 4. 3 ഒന്നും എഴുതി വെക്കല്ലേ. 3 ചെറുതാണേ, അകത്തേതാണ്, പുറത്തേതാണ്. ആണ് ഈ അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പം പുറത്തേത് 4. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 4, ഇവിടെ 1 5 5. അപ്പോൾ ഫുള്ള് കിട്ടിയല്ലോ.
മനസ്സിലായോ? ചാടിക്കേറി എഴുതല്ലേ, മനസ്സിലാക്കി എഴുതണം. വലിയ വര ഇവിടെ ഉണ്ട്, ഇവിടെ ഈയുടെ നമ്മൾ എഴുതത്തില്ലേ കുഞ്ഞുങ്ങളെ? അപ്പം ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെയും 4 ആയിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ, അതൊക്കെ ചിന്തിച്ച് വേണം എഴുതാൻ, ചാടി കയറി എഴുതരുത് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം, താഴെയും തുടങ്ങാം. 5, സൈഡിൽ 1 പ്ലസ് അകത്തൊരു 4, പിന്നെ ഒരു 1, പിന്നെ ഒരു 3, പിന്നെ ഒരു 1, പിന്നെ ഒരു 3, പിന്നെ ഒരു 1, പിന്നെ ഒരു 4, പിന്നെ ഒരു 1, പിന്നെ ഒരു 5, പിന്നെ ഒരു 5. അപ്പോൾ എത്ര? 5, 6, 10, 11, 14, 15, 18, 19, 20, 24, 29, 29, 5, 34. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 34 നമുക്ക് എന്ത് വരുന്നത്? 34 സെൻറ്റിമീറ്ററാണ് എന്ത് വരുന്നത്? കൂട്ടിയിലോ കുറച്ചിലോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലും നോക്കിയാൽ മതി കേട്ടോ. അതായത് 35, 36 ആണെങ്കിൽ എന്താ, എത്ര സൈഡ് ഉണ്ടോ ആ സൈഡ്, 34 തന്നെ കുഞ്ഞുങ്ങളെ, എത്ര സൈഡ് ഉണ്ടോ അത്രയും സൈഡുകളെല്ലാം കൂടെ കൂട്ടുന്നതിനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? പെരിമീറ്റർ കാണാൻ അറിയാമല്ലോ. ഇനി ഇ അല്ല, എഫ് അല്ല, ജി അല്ല, എച്ച് അല്ല, എന്ത് ഡിജിറ്റ് തന്നാലും നിങ്ങൾ എന്ത് ചെയ്യാമോ നിങ്ങളെ അതിൻ്റെ മൊത്തം എന്ന് വെച്ചാൽ തെറ്റുന്ന എവിടാണെന്നറിയാമോ? ഇപ്പം നമുക്ക് ഈ 5 എന്നാൽ ചിലപ്പോൾ ചാടി കയറി നമ്മളും പറയും ഇത് 5 ആണ് അല്ലേ? ഇത് ഒന്നും അല്ല, ആലോചിച്ച് എഴുതണം. ഇപ്പം ഈ മേലത്തെയും താഴത്തെയും 5 വന്നു. ഓക്കെ, ഇനി അതിനകത്തെ നോക്കി, ഇത് 4 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും 4, ഇത് 3 ആണെങ്കിൽ ഇതായിരിക്കും 3. ആലോചിച്ച് എഴുതണം കേട്ടോ, ചാടി കയറി എഴുതരുത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഏരിയ കാണും? ഈ ഏരിയയാണ് പ്രശ്നം ഇല്ലേ? ഏരിയ കാണുന്നതിന് എന്തോ എന്നറിയോ? നമ്മൾ അതിനെ വീണ്ടും ഇതിനെ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നമുക്ക് ദാണ്ട് ഇതുപോലെ കിട്ടി കേട്ടോ. അറിയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇതായി. പിന്നെ ഇത് രണ്ടാമത്തതാക്കി, ഇതിനെ മൂന്നാമത്തതാക്കി, ഇത് നാലാമത്തെ. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനെ അങ്ങ് 4 പാർട്ടായിട്ട് അങ്ങ് തിരിച്ചു. അപ്പോൾ ആദ്യത്തെ തണ്ട് ഇതാണ് ഫസ്റ്റ്, ഒന്നാമത്തെ. അതിന് എത്ര? 5 ലെങ്ത് ഉണ്ട്, വിടുത്ത്. അപ്പോൾ 5 × 1 എത്ര? 5, അത് കിട്ടി. അടുത്ത 4 × 1 എത്ര കുഞ്ഞുങ്ങളെ? 4, അതും കിട്ടി. ഈ എന്ന് വെച്ചാൽ L × B ഇവിടെ എത്ര? 3. അതായത് L × B, നിങ്ങളത് എഴുതണം കേട്ടോ. ഓരോന്നിൻ്റെയും ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ്, കാരണം എല്ലാം ഈ ചാപ്റ്ററിൽ ഇപ്പം അങ്ങ് തീർക്കാൻ വേണ്ടി ഒരു സ്പീഡിൽ പോകുന്നതാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളത് സമയം എടുത്ത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ എഴുതണം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L × B എന്ന് എഴുതിയിട്ട് വേണം. 3 × 1 എത്ര? 3. ഇവിടെ L × ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, 4ാമത്തെ റെക്റ്റാങ്കിളാണിത്. അതായത് 1 അല്ലേ? ഇവിടെ ഫസ്റ്റ് 1 എടുത്തു, 2, 3, 4. 4ാമത്തെ എത്ര? 4 × 1 4. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ? 5. ടോട്ടൽ ഏരിയ കാണാൻ എന്ത് ചെയ്യണം? 5 + 4 + 3 + 4. 5, 4, 9 അല്ലേ? 5, 4, 9, 9, 3, 12, 12, 4, 15. 15 ആണോ ഏരിയ? 5, 4, 9, 12, 12, 4, 16 ആവും നിങ്ങൾ കേട്ടോ. 16 ഇവിടുത്തെ ഏരിയ. ടോട്ടൽ ഏരിയ 16. 5, 4, 9, 9, 3, 10, 12, 12, 4, 16. ഓക്കെ, ഇതിൻ്റെ എത്ര കിട്ടിയത്? നമുക്ക് 16 ഏരിയയും കിട്ടി. എന്താ പെരിമീറ്റർ 34 കിട്ടി. ഓക്കെ ആണോ? കുഞ്ഞുങ്ങളെ? ഇനി നമുക്ക് അടുത്ത പടം പഠിക്കാം. ഓക്കെ നിങ്ങളെ, അടുത്തതാണ്ടേ ഇതുപോലെ ഉണ്ടോ ഒരു. അപ്പം നമ്മൾ ഇവിടെ ഞാനിതെല്ലാം എഴുതി വെച്ചേക്കോ. അതായത് തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നല്ലപോലെ ഒന്ന് നോക്കണേ. എന്താണെന്നറിയാമോ? ഇവിടെ 2, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെയും 2 ആയിരിക്കും. അറിയണേ, അതറിഞ്ഞെങ്കിലേ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നോക്കിയാൽ തരാത്തത് ഇവിടെ 2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 2 ആണ്. നിങ്ങൾക്ക് അത് എഴുതാൻ ആദ്യം അറിയണം കേട്ടോ. ഇനി ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം അതെല്ലായിടവും കിട്ടി അല്ലേ? മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അതുകൊണ്ട് എല്ലായിടവും കിട്ടി നോക്കാം. അതായത് നോക്കി, ഇവിടെ തൊട്ടിട്ട് 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. മൊത്തം പെരിമീറ്റർ എന്ന് വെച്ചാൽ 2 + 2 + 2 എന്ന് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് = എത്ര? 24 സെൻറ്റിമീറ്റർ. സംശയം ഉണ്ടോ നിങ്ങളെ? മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12, 2, 24. 24 വന്നതിന് സംശയമില്ലല്ലോ. എന്ന് വെച്ചാൽ മൊത്തം കൂടെ കൂട്ടുന്നതിനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അതിൻ്റെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം?
ഓരോന്നിൻ്റെയും ഏരിയ കാണാം അല്ലേ? നോക്കി നമ്മൾ അതിനെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കണ്ടോ ഇങ്ങനെ അങ്ങ് മാറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് 1 2 3 4 ഇനി ഇവിടെ ഒരെണ്ണമുണ്ട് 5 കണ്ടോ. ഇതാണ് എന്താ ഏരിയ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എന്താ നിങ്ങളെ ഒന്നാമത്തെ ഏരിയ = 2 × 2 ആണല്ലേ. 4 2 2 4. അടുത്ത രണ്ടാമത്തെ എന്താണ്? അത് തന്നെ 2 × 2 4. മൂന്നാമത്തെ എന്താ നിങ്ങളെ 2 × 2 4. നാലാമത്തതോ 2 × 2 4. എല്ലാം 2 ആണല്ലേ. L × B. പക്ഷേ ഇത് L × B അല്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? 4 സൈഡും ഒരുപോലെ വരുന്നതിന് സ്ക്വയർ എന്നല്ലേ കുഞ്ഞുങ്ങൾ പറഞ്ഞത്? സമചതുരത്തിന് സൈഡ് × സൈഡാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലായിടവും 2 ആയതുകൊണ്ട് അങ്ങ് ഉണ്ടായത് സൈഡ് × സൈഡാണ് കേട്ടോ. സൈഡ് × സൈഡ് L × B. സൈഡെല്ലാം ഒരേപോലെ ആയതുകൊണ്ടാണ് L B എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ ആയതുകൊണ്ട് കേട്ടോ. സൈഡ് × സൈഡ് എന്ന് വെച്ചാൽ ഇതെന്താ 4 സൈഡ് ഒരുപോലെ വന്നാൽ അത് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണ്. അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇപ്പം 2 × 2 4 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര 1 4 4 24 8 3 4 12 4 16 4 20. ഇവിടെ നമുക്ക് ഏരിയ എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയത്? 20 ആണ്. 20 സെൻറ്റിമീറ്റർ. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നിരിക്കുക കുഞ്ഞുങ്ങളെ. എല്ലാ കണക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 5 എണ്ണം വന്നതിന് ഡൗട്ട് വല്ലതും ഉണ്ടോ? എങ്ങനെ ഇത് നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ ഇതിനെ 5ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ഈ നടുക്കൊന്നും തന്നിട്ടില്ല ഇല്ലയോ? അപ്പം നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഇതിന് 2 2 വന്നതെന്നൊരു സംശയം വല്ലതും ഉണ്ടോ? എന്താ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ്. ഇപ്പോൾ ഈ 2ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്. ഈ 2ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്. ഈ 2ൻ്റെ ഓപ്പോസിറ്റ് 2. അപ്പോൾ മനസ്സിലായി. അപ്പോഴും മറ്റേതുപോലെ ആയില്ലേ? ഇപ്പോൾ പിടികിട്ടിയോ? അതുകൊണ്ടാണ് അവിടെ 2 വന്നത് കേട്ടോ. ഇനി അഥവാ ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കാണുക. കണ്ടിട്ട് പിന്നെയും സംശയം ഉണ്ടെങ്കിൽ ഇന്നത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഇട്ട് തരാം കേട്ടോ. ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിടുന്നതിന് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ. താങ്ക് യു വെരി മച്ച്.